ഹലോ. ഇന്നൊരു കുഞ്ഞ് സ്റ്റോറി പറയാൻ കരുതിയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, സ്റ്റോറി മാത്രം. എൻ്റെ ലൈഫിലൊരു സ്റ്റോറിയാണ്. എനിക്ക് ഏറ്റവും എന്താ പറയുക, ഓർക്കാൻ ഇഷ്ടമുള്ളതും ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം. അത് ഫെബ്രുവരി 20. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫെബ്രുവരി 20, 2025. പക്ഷേ ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ചേട്ടന് എൻ്റെ ഫസ്റ്റ് ബേബി ഉണ്ടായ ദിവസം. അപ്പോൾ അവന് 2 പിള്ളേരാണുള്ളത്. അപ്പം അതിൽ മൂത്ത പെൺകൊച്ച് അവൾ ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് അവളുണ്ടാകുന്നത്. അപ്പം അത് 2018 തോന്നും. അപ്പം ഞാൻ +2 പഠിക്കുന്നു. അപ്പം ആ സമയത്ത് എനിക്കൊരു എക്സാം നടക്കുമായിരുന്നു. അപ്പം മോഡൽ എക്സാം ആണെന്ന് തോന്നുന്നു. +2 മുന്നേ മോഡൽ എക്സാം നടക്കുമായിരുന്നു. അപ്പോൾ ഇന്നൊരു ദിവസത്തെ എക്സാമിൽ നിന്ന് എന്നെ ഒന്ന് വെറുതെ വിടണം, എനിക്കിന്നൊരു ദിവസം ലീവ് വേണമെന്ന് ടീച്ചറിനെ വിളിച്ച് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ് ഹോസ്പിറ്റൽ ലേബർ റൂമിൻ്റെ വാതിക്കൽ. അപ്പോൾ വെളുപ്പിന് 6 മണി 6 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ലേബർ റൂമിലേക്ക് ഇടുന്നത്. പക്ഷെ നമ്മളെത്തിയപ്പോൾ കുറച്ച് ഒരു 8-9 മണിയൊക്കെ ആയി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരം തൊട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കുഞ്ഞ് എപ്പോൾ വരും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ എന്താ പറയുക, ഇങ്ങനെ ആഗ്രഹിച്ച് കൊതിച്ച് ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞാവുണ്ടായി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനാണ് ഉണ്ടായത്, 2 മണി കഴിഞ്ഞ് തോന്നുന്നു. അപ്പം കൊണ്ടുവന്ന് ഞങ്ങൾ തന്ന് ചേച്ചിയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പിന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊടുത്തു. എൻ്റെ അമ്മയുടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സുമാർ വന്ന് കുഞ്ഞിൻ്റെ എന്താ പറയുക, ദേഹത്ത് ഇതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോ ആവശ്യത്തിന് കൊണ്ടുപോകാൻ. അപ്പം ഞാനിങ്ങനെ ആ കൂടെ പുറകെ പോവാണ്. എന്നിട്ട് അപ്പോൾ അവർ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് കുട്ടിയെ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പുറത്തേക്ക് വന്നുവെച്ച് ഉള്ള മനുഷ്യന്മാരെ മൊത്തം നമുക്കറിയാവുന്ന നമ്മുടെ ബന്ധുക്കാരെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞു കുഞ്ഞാവുണ്ടായി. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ അശ്ന എന്നാണ് അവളുടെ പേര്. അപ്പോൾ അത് നേരത്തെ തന്നെ കണ്ടു വെച്ചിരിക്കുകയായിരുന്നു, പെങ്കൊച്ചാണെന്ന് 100% ഉറപ്പൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവളെ പേര് കണ്ടുപിടിക്കാൻ അധികം പാടുപെട്ടില്ല. അപ്പം കുഞ്ഞു പെങ്കൊച്ചുണ്ടായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ച് പറഞ്ഞു. അപ്പം ഏറെക്കുറേയും പേരും അന്ന് തന്നെ വന്ന് കാണുകയൊക്കെ ചെയ്തു കൊച്ചിനെ. അപ്പം ഇന്നത്തെ അപേക്ഷിച്ച് അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും സ്നേഹമുള്ള കസിൻസ് ആവട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവട്ടെ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ള ദിസ് ടൈമാണ്. എൻ്റെ ഒരു +2 കാലഘട്ടം ആ ഒരു സമയത്ത് നിൽക്കട്ടെ. അപ്പം പിന്നെ അത് കൊറോണ ടൈമൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നതിന് ഒന്നും പ്രശ്നമില്ലായിരുന്നു, കുട്ടിയിരുന്ന് കാണാനൊന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓടി വന്നു. വൈകിട്ടൊക്കെ ഇപ്പോൾ ചേച്ചിയുടെ റിലേറ്റീവ്സും എല്ലാവരും വന്ന് കുഞ്ഞിനെ കാണുകയൊക്കെ. അപ്പോൾ അങ്ങനത്തൊക്കെ നമുക്ക് എല്ലാവരും കാണുകയും ചെയ്യാം. എന്താ പറയുക, ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും ഒന്നിച്ച് കൂടുന്നൊക്കെ സമയത്ത്. അപ്പം നല്ല രസമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഞാൻ കുഞ്ഞിനെ പിന്നെ കൈ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ എനിക്ക് കുഞ്ഞിനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു ഉണ്ടായി കഴിഞ്ഞ കുഞ്ഞു ബേബീനെ കയ്യിലപ്പം തന്നെ എടുക്കുന്ന ഒരു ഇത് ആദ്യമായിട്ടാണ്. അപ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഞാൻ നിൽക്കുക. അപ്പം കുഞ്ഞിനെ അമ്മ കൈവച്ച് വന്നു. എനിക്കപ്പോൾ തന്നെ ഫോട്ടോ എടുക്കണം, ഞാൻ കുഞ്ഞിനെ കൈവച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണം, എന്തിനാണ് എനിക്ക് സ്റ്റാറ്റസ് ഇടണം. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് മാറത്തില്ല. ഞാൻ വൈകിട്ട് അവർ പൊയ്ക്കോ ഇവിടെ ആരും നിൽക്കേണ്ടെന്ന് പറയുന്നത് വരെ അവിടെ നിൽക്കും. അത് അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം വരെയും അങ്ങനെ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പ്രൈവറ്റായിട്ടാണ് +2 ചെയ്തത്. അപ്പോൾ എനിക്ക് ഉച്ച വരെ ഉണ്ടായിരുന്നു ക്ലാസ്. അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങൾ ക്ലാസ്സിൽ പോയാലും ഉച്ചയാകുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് എത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നും വൈകുന്നേരം എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ പോകും കുഞ്ഞാവിനെ കാണാനായിട്ട്. ചേട്ടൻ വരുമ്പോഴത്തേനും വൈകുന്നേരം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്ന് എൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അന്നേരം വന്നിട്ട് അങ്ങോട്ട് ഓടും. പിന്നെ അവിടെ നിന്നാണ് 4 മണി പലഹാരവും കാര്യങ്ങളും കൊച്ചിനങ്ങോട്ടോ ആയിട്ടൊക്കെ ഇരിക്കുന്നത്. നല്ല എന്താ പറയുക, നമ്മൾ ഭയങ്കര ഏറ്റവും കൂടുതൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ കാരണം ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞു മാവിനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന, കൊഞ്ചിക്കുന്ന, ലാളിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം. പക്ഷേ ചേച്ചി ആ സമയത്ത് എന്താ പറയുക, പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ത്രീകൾക്കും നല്ല ബുദ്ധിമുട്ടുകളും വേദനകളും, ചേച്ചിയുടെ പ്രസവമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചേച്ചിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ചേച്ചിക്കും കുഞ്ഞുണ്ടായ സന്തോഷമൊക്കെ ആണെങ്കിലും ആ ഒരു വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമായിരിക്കുമല്ലോ.
പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേരുടെ ബുദ്ധിമുട്ട് ആ സമയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞിനെ കൈ കെട്ടി കുഞ്ഞിനെ കൊഞ്ചിക്കാൻ കളിപ്പിക്കുക ആ ഒരു ഇത്. പാൽ കുടിക്കാൻ നേരത്തോ അല്ലെങ്കിൽ ഒക്കെയാണ് കുഞ്ഞിനെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് എപ്പോഴും. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിലും എല്ലാവരും പറയും കുഞ്ഞു വാവേനെ ഒത്തിരി നേരം കൈ വെച്ചുകൊണ്ട് നടക്കരുത്, കുഞ്ഞു വാവ വളരത്തില്ലെന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കത്തൊന്നുണ്ടായിരുന്നില്ല. എനിക്കും വരുന്ന സമയത്തൊക്കെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. പെട്ടെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക പഠിക്കാൻ പോകുമല്ലോ, പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പരിപാടി കുഞ്ഞു വാവയുടെ കൂടെ ഇരിക്കുക കളിക്കുക എന്നുള്ളതാണ്. അപ്പം അവളുടെ ഓരോ കളിയും അവളുടെ ഓരോ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഫോണിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫോണാണിത്. അപ്പം അതിൽ അവളുടെ ഓരോ കളിയും ചിരിയും സന്തോഷവും ഫുള്ള് ഞാനിങ്ങനെ ഫോണും കൊണ്ട് നടക്കും, എടുത്ത് വെക്കുകയും ഞാൻ തന്നെ ഇരുന്ന് കാണുകയും ആസ്വദിക്കുകയും ഒക്കെയായിരുന്നു എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കും ഭയങ്കര നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ചിരുന്നൊരു കുഞ്ഞു വാവയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ അത്ര സന്തോഷം. പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ ആയിരുന്നല്ലോ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രഗ്നൻ്റൊക്കെ ആയ സമയത്ത് അവൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് അവളെ എടുക്കാനായിട്ടോ കൂടെ ഇരുത്താനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഞാൻ എപ്പോഴും ക്ഷീണാവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പോൾ പക്ഷേ ചേട്ടൻ രണ്ടാമത്തെ മോനാണ്, അവന് ഒരു 2 വയസ്സൊക്കെ ആവുന്നതിന് മുന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ആ സമയത്ത് അവനെനിക്ക് എന്താ പറയുക ഇഷ്ടംപോലെ എടുത്തുകൊണ്ട് നടന്ന അത്രയും ഇതില്ല അവനെനിക്ക് കളിപ്പിക്കാനും കൊഞ്ചിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവനോട്ട് ഓടുകയും അതുപോലെ കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് അവനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അത്രയും ക്ഷീണവും ശബ്ദവും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം എന്താ പറയുക നമുക്ക് വെയിറ്റ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികളെ ആരെയും അപ്പോൾ അതിന് മുന്നേ വരെ ഞാനെല്ലാം എടുക്കുകയോ ഓടുകയോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നോളെ. ഇപ്പം ഇപ്പോൾ എനിക്ക് ഒട്ടുകളെ എടുക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഫ്രാക്ചറൊക്കെ ഉണ്ടതിന് ശേഷം എനിക്ക് എടുക്കാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൾക്കെപ്പോഴും ആ ഒരു വിഷമമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളുടെ അടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓടിച്ചെടുത്ത് നടന്ന് കൊഞ്ചിക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ 2 പേരും ഒരുപോലെ ഒരു സമയം എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഹൈറേനും. പക്ഷേ 2 പേരെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ 3, 4, 5 മാസത്തോളം കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് ഞാൻ കൊച്ചുങ്ങളെ എടുക്കുന്നത്. അതുവരെ എനിക്ക് എടുക്കണ്ടെന്നാണ് പറഞ്ഞത്, എന്നാലും എനിക്ക് എടുക്കാനായിട്ടുള്ളൊരിത് കൂടുതലാണ് ഭയങ്കര കുഞ്ഞാവനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്തേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഉണ്ടായ സമയത്തുള്ള ആ ഒരു സന്തോഷമൊന്നും എനിക്ക് എടുത്ത് നടക്കാനോ കൊഞ്ചിക്കാനോ പറ്റില്ല. പക്ഷെ അതിന് മുന്നേ ഇഷ്ടംപോലെ എടുത്ത് നടക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇവരെ ഹെറോനും ഹയനെ എനിക്കങ്ങനെ, പക്ഷെ അതിൻ്റെയും കൂടെ ആയിട്ട് ഞാനിപ്പോൾ അവർ 2 പേരും എടുത്ത് നടക്കുന്നു. പക്ഷേ എനിക്ക് ഒരേ സമയത്ത് എടുക്കാൻ പറ്റില്ല, അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരു സമയത്ത് 2 പേരോട് ഒരുമിച്ച് ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവരും എടുക്കുന്നതൊക്കെ കാണാം. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റാറില്ല. അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പം ആ ഒരു കാര്യത്തിനെ ഓർത്തപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമുക്ക് അന്നേരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല.